ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതായ സംഗതികൾ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് അമുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അമ്പിയാക്കന്മാർ ചെയ്തിരുന്ന ആ ബാധ്യത പണ്ഡിതന്മാർ ഇറങ്ങി ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ്. അമ്പിയാക്കന്മാർ സമൂഹത്തിൽ പഠിപ്പിച്ച രീതികൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ആയത്തിൽ പറഞ്ഞതുപോലെ ഉലമാക്കളൊക്കെ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ദീനിലേക്കും അമുസ്ലിമീങ്ങളെ ക്ഷണിക്കുകയും ദീനിനെ പ്രബോധനം ചെയ്യുകയും വേണം എന്ന് പറയുന്ന ഈ ഭാഗം പരമാബദ്ധമാണ്, ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാദാപുരത്ത് ഒരു വെറുതെയാണോ ആ വിഷയത്തിൽ ഒരു 10-70 വരികളുള്ള ബെയ്ത്തുകൾ ഉണ്ടാക്കുന്നത്? ചെറിയ വിഷയമായതുകൊണ്ടാണോ? മഹാനരുണ്ടാക്കിയ കവിതകളുടെ കൂട്ടത്തിൽ സുദീർഘമായ 2 കവിതകൾ, ഒരുപാട് വരികൾ വരുന്ന 2 കവിതകൾ മഹാകാവ്യങ്ങളിൽ നിന്ന് അതിനെ അറബ് ഭാഷയിൽ പറയാം. വലിയ 2 ഖസീദകളാണ്. ദഅവത്തിന്റെ വിഷയവും ഖുർആൻ പരിഭാഷയുടെ വിഷയവും. ഖുർആൻ പരിഭാഷയുടെ വിഷയം ഒരു വലിയ ഖസീദയാണ്. ദഅവത്തിന്റെ വിഷയമാവട്ടെ 10-70ഓളം വരികൾ വരുന്ന ഒരു വലിയ ഖസീദയാണ്. ആ ഖസീദ ബഹുമാനപ്പെട്ടവർ രചിക്കാൻ ഒരു വരി എഴുതാൻ തന്നെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതിൻ്റെ ആഴം കണ്ടാൽ. കാരണം അതിൻ്റെ വരികൾ, ആ വരികളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആശയങ്ങൾ, അവരുടെ വരിക്കുള്ളിൽ, അവരുടെ കൈപ്പടിയിൽ എഴുതിയിട്ടുള്ളതായ വരിക്കുള്ളിലുള്ള ചെറിയ കുറിപ്പുകളുണ്ട്, ചെറിയ ചെറിയ കുറിപ്പുകൾ. ആ കുറിപ്പുകൾ നോക്കിയാൽ അതെൻ്റെ കയ്യിലുണ്ട്. ആ കുറിപ്പുകൾ നോക്കിയാൽ ആ കുറിപ്പുകളിൽ അവർ എഴുതി ചേർത്തിട്ടുള്ളതായ കൊച്ചു കൊച്ചു വാചകങ്ങളും കിതാബിൻ്റെ ഇബാറത്തുകളും ശ്രദ്ധിച്ചാൽ വളരെയധികം ഗഹനമായ പഠനം അർഹിക്കുന്ന വിഷയമാണത് എന്ന് മനസ്സിലാക്കിയാണ് മഹാനവറുകൾ ഇത് രചിച്ചത്. ആ 2 മഹാകാവ്യങ്ങൾ ഈ വിഷയത്തിൽ രചിക്കാൻ കാരണം ഇത് രണ്ടും അത്ര വലിയ അനർത്ഥങ്ങളും ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുമെന്നതുകൊണ്ടാണ്. എന്ന വലിയ അനർത്ഥമാണ് ഈ ദഅവത്തിന്റെ വിഷയവും. ഇപ്പൊ നമ്മുടെ സഹോദരന്മാരിൽപ്പെട്ട വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ കുറച്ച് ചെറുപ്പക്കാരെ ഈ ദഅവത്തിന്റെ ഈ മാർഗം ഇതേ രീതിയിൽ പ്രയോഗിക്കുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ട് ലഘുലേഖകളുമായി വീട് വീണ്ടാന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ അതേ നയം തന്നെ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ പിടികൂടപ്പെട്ടതും മർദ്ദിക്കപ്പെട്ടതും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതും? നാം അതിനെ അനുകൂലിക്കുകയല്ല. ഈ പ്രദേശത്തും ഈ രാജ്യത്തും അവനവന്റെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള മൗലികമായ സ്വാതന്ത്ര്യം തന്നെ നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന. അത്തരം ഒരു നാട്ടിൽ വീട് വീണ്ടാന്തം സത്യമാണെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാ മതവിശ്വാസികൾക്കുമുണ്ട്. അത് മുസ്ലിമീങ്ങൾക്കുമുണ്ട്. ഈ മുസ്ലിമീങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ ഒന്നും ചെയ്യാവതല്ല. പക്ഷേ പരമസാധുക്കൾ വിചാരിച്ചത് ഇത് പുണ്യമാണെന്നല്ലേ? അമുസ്ലിം വീടുകൾ, അമുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ വീടുകൾ വീട് വീടാന്തം കയറിയിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും അതിന് പറ്റുന്ന ഖുർആനിന്റെ ആയത്തുകളും ബഹുദൈവ വിശ്വാസികളായാൽ നരകത്തിൽ കടക്കുമെന്ന ആയത്തുകളും പരിഭാഷകളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള നോട്ടീസുകളും ലഘുലേഖകളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വീടുകളിൽ കയറി കൊടുക്കാൻ തിരിഞ്ഞാൽ അടിയേ കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം പലതും സംഭവിക്കൂലേ? ഇതൊരു വലിയ അനർത്ഥമല്ലേ? അത്തരം അനർത്ഥങ്ങളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ ഫുഖഹാവും ഇമാമുകളും ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുന്നതിനുമുള്ള മാർഗങ്ങൾ ഇന്നതാണ്, അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ഇന്നതാണ്, ഐച്ഛികമായ കാര്യങ്ങൾ ഇന്നതാണ്, നല്ല കാര്യങ്ങൾ ഇന്നതാണ്, മാതൃകാപരമായ രീതി ഇന്നതാണ് എന്ന് വിശദീകരിച്ചത്? അത് കൈക്കൊള്ളാൻ സാധിക്കാത്തതല്ലേ അബദ്ധങ്ങൾ പറയാൻ പുത്തൻവാദികൾക്ക് പ്രേരണ നൽകിയത്?